പിന്നെ അതെ, സോറി, ഞാൻ തന്നെ കണ്ടില്ലായിരുന്നു. പിന്നെ അവള് പറഞ്ഞൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ഹാ, കണ്ടില്ലെന്നോ? അതങ്ങനെ ഫോണിൽ കണ്ടെന്നിട്ടല്ലേ വരവ്. ഞാനിപ്പോ ഉരുണ്ട് പടച്ച് ഇവിടെ കടന്നേനെ. ഓ അത് ശരി, ഞാൻ ഫോൺ നോക്കി വന്നതാ കുഴപ്പം. ഇയാൾ ഈ പകൽ ആരദിവാ സ്വപ്നം കണ്ടോണ്ട് വരുമായിരുന്നു. ഞാൻ ഇപ്പൊ പിടിച്ചില്ല കാണായിരുന്നു. ഓ, എന്നെ ഇടിച്ചിടാൻ വന്നിട്ട് ന്യായീകരിക്കുന്നല്ലേ? ഞാൻ ആരെ ആലോചിച്ച് നടന്നാലും തനിക്കെന്താ? ഹോ, എനിക്കെന്ത്, എപ്പോഴും എപ്പോഴും ഇങ്ങനെ പിടിക്കാൻ ഞാൻ ഉണ്ടാവണമെന്നില്ല. അതിനാര് പറയാ താൻ വേണമെന്ന്? കുരുട്ട് വീഴാൻ പോയപ്പോ പിടിച്ചൊരു താങ്ക്സ് പോലും പറഞ്ഞില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവിടുന്ന് എന്തെങ്കിലും മൊഴിഞ്ഞായിരുന്നോ? ഹോ, ഞാൻ ഒന്ന് പറഞ്ഞല്ലോ കുരുട്ടെ, താഴോട്ട് അറിയിച്ചില്ല. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. കുരുട്ട് തന്റെ മറ്റവള്. എന്റെ ദൈവങ്ങളെ, എനിക്ക് കൺട്രോൾ ചെയ്യാനുള്ള ശക്തി തന്നെ. മക്കളെ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ 150ാമത്തെ ഉത്സവം വരാൻ പോകുന്നത്. അത് മംഗളകരമായിട്ട് നടക്കാൻ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ചെയ്തു വരുന്ന കുറച്ച് പൂജകളുണ്ട്. അതൊക്കെ നമുക്കും ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നാളെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകണം. മറ്റേർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. സരസ് ഇവിടുന്ന് ഒത്തിരി ദൂരമില്ലേ? അപ്പൊ നമ്മളവിടെ സ്റ്റേ ചെയ്യുവോ? ചെയ്യേണ്ടി വരും. 2 ദിവസമാണ് പൂജ. അപ്പൊ നാളെ കഴിഞ്ഞ് രാവിലെ പോകണം അല്ലേ? കൊള്ളാലോ. ഇവിടുന്ന് ഒരു 8:45 ഇറങ്ങണം. അപ്പൊ 10 മണിയാകുമ്പോ അവിടെ ചെല്ലുമല്ലോ. എൻ്റെ പെൺകുട്ടികൾ 2 സാരി എടുക്കണം കേട്ടോ. പിന്നെ നിങ്ങളോട് ഞാൻ പറയണ്ടല്ലോ. വേണ്ടേ, ഷർട്ടും മുണ്ടുമല്ലേ? ഞങ്ങൾ ഏറ്റു. അങ്ങനെ ചക്കാട്ടുകുളം തറവാട്ടിലെ വലിയ മാന്ത്രികനായ നമ്പൂതിരി ആ രക്തരക്ഷസിന് ഒരാളെ തറച്ചു. കഥ കഴിഞ്ഞു. എല്ലാരും പോയി കിടന്നു. പണ്ടാരം കിടന്നിട്ടാണ് ഉറക്കം വരുന്നില്ല. മുത്തശ്ശിയുടെ ഒരു പ്രേതകഥയുണ്ട്. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരായിരുന്നു. പക്ഷെ തേങ്ങാക്കൊല ഇവിടുന്ന് ഗ്ലാസ് അവിടെ പോയോ? കിട്ടി. അയ്യോ എന്റെ അമ്മച്ചി, പ്രേതം! ഇവിടെ കിഴങ്ങി പ്രേതമല്ല ഞാൻ. നീയൊന്നും മിണ്ടായിരിക്കേ. നീയായിരുന്നു? നീ എന്താണ് ഈ പാതിരാത്രി ഇവിടെ? ഞാൻ വെള്ളം കുടിക്കാൻ വന്ന അടത്തേണ്ടി. ആശ്വാസമായി. ഞാനും അതിനെ വന്നേ. എങ്കിൽ വാ, കുടിച്ചിട്ട് പോയി കിടക്കാം. ഇവളവിടെ എന്തോ കാണിച്ചോണ്ടിരിക്കും. ടൂറ് തുറക്കാനുള്ളതിന്. എന്റെ മോളെ, 1 മിനിറ്റിനായി കഥ ഒന്ന് നോക്കിയിട്ട്. 3 ദിവസമായിട്ട് എനിക്ക് കിസ് കിട്ടിയിട്ടില്ല. എന്റെ കിസ്സിങ് ഇതാ. അയ്യടാ, തന്നില്ലെങ്കിലോ? മേടിക്കാൻ എനിക്ക് അറിയാം. ധ്വനി, ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞില്ലായിരുന്നു എൻ്റെ കയ്യിൽ അങ്ങനെ സാരി ഒന്നും ഇല്ല. പിന്നെ എനിക്ക് സാരി കൊടുക്കാൻ അറിയില്ല. അതറിയാം ചേച്ചി. ചേച്ചി ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ അതുകൊണ്ട് ചേച്ചിക്ക് ഇന്നലെ ഒരു കസവ് സാരി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. വാണിമോളെ, എടാ നന്ദു, എന്റെ പെങ്ങൾ എത്ര പ്രാവശ്യം ഈ സാരി എടുത്തിട്ടുണ്ടാ? എന്നിട്ട് എന്താണ് അവൾക്ക് എനിക്ക് ഈ ഭംഗി തോന്നാഞ്ഞ്? എന്റെ അടിയ, അത് ഈ പ്രണയത്തിന്റെ കണ്ണ് വെച്ച് നോക്കുമ്പോ ഇച്ചിരി ഭംഗിയൊക്കെ തോന്നുന്നേ. പ്രണയത്തിന്റെ കണ്ണോ? എനിക്കാരോടും പ്രണയമൊന്നുമില്ല. പിന്നെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അവള് വീഴാൻ പോകുമ്പോൾ പിടിക്കുന്നു, അവള് കഴിക്കുമ്പോൾ അവൾ അണ്ണാക്കി വാങ്ങി നോക്കിയിരിക്കുന്നു. ഈവൻ പ്രേതക്കഥ പറയുമ്പോൾ പോലും നീ അവളെ നോക്കിയല്ലേടാ ഇരിക്കുന്നേ. എന്നിട്ട് അവളിപ്പോൾ സാരി എടുത്ത് വന്നപ്പോൾ അതും വായി നോക്കിയിട്ട് പറയും ഇത് പ്രേമമില്ലെന്ന്. നീ ഇത്ര ആത്മാർത്ഥതയുള്ള സുഹൃത്താന്ന് എനിക്കറിയില്ലായിരുന്നടാ. പിന്നെ ഇത് പ്രേമമൊന്നും അല്ലടാ, മുറപ്പെണ്ണാന്ന് കേട്ടപ്പോൾ മുതൽ എന്തോ ഒരു അട്രാക്ഷൻ, അത്രേ ഉള്ളൂ. അയ്യോ, എൻ്റെ കൊച്ചിനെ കാണാൻ എന്നാ സൗന്ദര്യം! ഒരു ദേവതയെ പോലോട്ട് നിന്നെ ഇപ്പൊ കണ്ട. നന്ദുവേട്ടാ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? മുത്തശ്ശി പറഞ്ഞ പോലെ ഒരു ദേവതയെ പോലെ തന്നെ ഉണ്ടേ. എന്റെ അനിയത്തിയായോണ്ട് എന്റെ എല്ലാ സൗന്ദര്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പറയത്തക്ക ഭംഗിയൊന്നുമില്ല കാണാൻ. അത് ശരി, ഭംഗിയില്ലാഞ്ഞിട്ടായിരിക്കും.
കുറെ നേരം എന്നെ വായി നോക്കി നിന്ന്. ആ ആര് ഞാനോ? അതെ, എന്തേ നോക്കിയില്ലായിരുന്നോ? ആ അതിന് നീ എന്തിനാ അടുത്തോട്ട് വരുന്നേ? നോക്കിയോ ഇല്ലയോ? ഓ അത് ശരി. നോക്കി, അതിന് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ആ, ആ, ഇല്ല. എങ്കിൽ എൻ്റെ മോള് ചെല്ല്. നീ പോടാ മരപ്പെട്ടി. അത് പറഞ്ഞിട്ട് അവൾ ഓടി. വാ മക്കളെ, നമുക്കെങ്കിൽ ഇറങ്ങാം. കാലികായേ നമഃ. ह्रीं श्रीं क्लीं कालिकाय स्वाहा मे पातु मस्तकं क्लीं कापालं सदा पातु ह्रीं 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 इत स्वाहा. മക്കളെ, പൂജയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഇവിടേക്ക് ഒന്ന് ചുറ്റി കണ്ടിട്ട് പോവാ. വാ ചേച്ചി, നമുക്ക് ആ കുളത്തിൻ്റെ അങ്ങോട്ട് പോവാ. ഹേ ഐഷു, അവിടെ നിൽക്കേ. ഹേ ഐഷു, അതാരാ? ഹേ നന്ദു, നീ ഏൻ ഇங்கே இருக்கு? ആ അപ്പുറത്തുള്ളത് എൻ്റെ കുടുംബക്ഷേത്രമാണ്. ഞാൻ ഇവിടെ കുറച്ച് പൂജയൊക്കെ ആയിട്ട് വന്നേ. ആഹാ, உங்களுக்கு எப்படி இருக்கு? സൗഖ്യമാ? ആടി സുഖം. പിന്നെ നീ എന്താ ഇവിടെ? അത് വന്ന് എൻ്റെ വീട് ഇവിടെ இருக்கு. ആ എങ്കിൽ ശരിയടി, കാണാം. ആമാ സരി. ആരാ പോയെ? അത് ഐശ്വര്യ. ഞാൻ ഐശു എന്ന് വിളിക്കും. ഒരു തമിഴ്നാട്ടുകാരിയാ, എൻ്റെ കൂടെ പണ്ട് പഠിച്ചതാ. ഓ ശരി. അവൾ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടോടാ? അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടുകാരെയൊക്കെ ആ ഡ്രസ്സിൽ കാണുന്ന രസമാണ്. ഓ പിന്നെ ശരി, എങ്കിൽ ഞാൻ പോവാ. അവിടെ നിൽക്ക്. അത് പറഞ്ഞപ്പോൾ എന്താടാ നിന്റെ മുഖത്ത് ഒരു സങ്കടം? ആർക്ക് സങ്കടം? എനിക്ക് സങ്കടമൊന്നുമില്ല. ഓ ആയിക്കോട്ടെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ വല്ലാണ്ടങ്ങ് വശീകരിക്കുന്നുണ്ട് കേട്ടോ നിന്റെ കഴുത്തിലെ ആ മറുക്. അതുകൊണ്ട് ആ ഷർട്ട് അങ്ങ് വലിച്ചിടുന്നതായിരിക്കും നിനക്ക് നിന്റെ ശരീരത്തിന് നല്ലത്. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? മക്കളെ എല്ലാവരും ഉച്ചയാവാറായില്ല. നമുക്കിനി ഫുഡ് കഴിച്ചിട്ടാവും അടുത്ത കറക്കം.